ദൈവനാമത്തിന് മഹത്വം. ഭോജനപ്രിയം എന്ന പാപം 1994 ഫെബ്രുവരി മാസത്തിൽ ഹൈറേഞ്ച് എക്കോ മാസികയിൽ വീക്ഷണവിശേഷം എന്ന കോളത്തിൽ പ്രസിദ്ധീകരിച്ചത്. സൊമാലിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതെ അനേകായിരങ്ങൾ വിശപ്പിനാൽ മരണമടയുന്ന വാർത്തകൾ ദിനംപ്രതി കേൾക്കുന്നു. 5 വയസ്സിന് താഴെയുള്ള സൊമാലിയൻ കുട്ടികളിൽ 1/4 വിശപ്പിനാൽ മരണമടയുന്നു. ജിയോഫ് ലോനെ എന്ന റെഡ് ക്രോസ് സംഘാംഗം ഭൂമിയിലെ നരകം എന്നാണ് ഇതേപ്പറ്റി പ്രസ്താവിച്ചത്. അത്രമാത്രം ഭയാനകവും പരിതാപകരവുമായ ഒരു സ്ഥിതിയാണ്. ആഫ്രിക്കയിലെ ബൈഡോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിശപ്പടക്കാൻ ഒന്നും ലഭ്യമല്ലാത്ത പരിതസ്ഥിതിയിൽ വഴിയോരങ്ങളിലെ പുല്ല് പറിച്ച് ആളുകൾ വിശപ്പടക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കഥ ഇതാണെങ്കിൽ മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ തക്ക സമയത്ത് ആവശ്യമായ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതിനാൽ അനോറക്സിയ നെർവോസ എന്ന മാരക രോഗത്തിനടിമയായി അനേകായിരങ്ങൾ, ഭൂരിപക്ഷവും ധനികർ, മരണമടയുന്ന വാർത്തയും ഇതോടൊപ്പം തന്നെ കേൾക്കുന്നു. ഇന്ന് അധികം ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ആരും അത്ര കാര്യമായി എടുക്കാത്തതുമായ ഒരു വിഷയം, അതത്രേ അമിത ഭക്ഷണം അഥവാ ഓവർ ഈറ്റിംഗ് എന്നത്. സമൂഹത്തിലെ മേലേക്കിടയിൽപ്പെട്ടവരിൽ കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണിത്. വിശ്വാസികൾക്കിടയിലും ഇത് വൻതോതിൽ തന്നെ കടന്നുകൂടിയിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയോട് കൂടി തന്നെ ഇതാരംഭിക്കുന്നു. പ്രായഭേദമന്യേ ഏവരും ഇതിൽ ആസ്വാദ്യതയോടെ പങ്കുകൊള്ളുന്നു. അനേകായിരങ്ങളുടെ പെട്ടെന്നുള്ള മരണത്തിനും അത് കാരണമായിട്ടുണ്ടെന്ന് ഒരു സ്ഥിതിവിവരക്കണക്ക് പറയുന്നു. ദൈവജനത്തിനിടയിൽ പരക്കെ അംഗീകരിക്കപ്പെട്ടതും അധികമാരും വിമർശിക്കാത്തതും വിലക്കാത്തതുമായ ലൈസൻസ് ലഭിച്ച ഒരു പാപമാണ് അമിത ഭക്ഷണം അഥവാ ഓവർ ഈറ്റിംഗ്. ഒരു വശത്ത് ആയിരങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനായി കേഴുമ്പോൾ മറുവശത്ത് ഒരു കൂട്ടർ തിന്ന് ശേഷിപ്പിച്ച് ചവറ്റുകുട്ടകളിൽ തള്ളുന്നു. ഒപ്പം വേസ്റ്റ് ഇസ് എ ക്രൈം എന്ന് അവർ തങ്ങളുടെ കുട്ടികളോട് പറയുവാനും മറക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മിൽ അനേകരും രണ്ടാമത്തെ കൂട്ടരുടെ പട്ടികയിൽ തന്നെയല്ലേ ആയിരിക്കുന്നത്? നാം വളരെ ഗൗരവതരമായി ചിന്തിച്ച് പരിഹാരം കാണേണ്ട ഒരു കാര്യമത്രേ ഇത്. തിരുവചനത്തിൽ ഇതിനെ ഗ്ലുട്ടോൺ അഥവാ കൂടുതൽ ഭക്ഷിക്കുന്നവൻ അഥവാ ഭോജനപ്രിയൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരും പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം തന്നെയാണിത്. വചനം വ്യക്തമായ ഭാഷയിൽ ഇതിനെതിരായി സംസാരിക്കുന്നുണ്ടെങ്കിലും മിക്കവരും അത് ഗണ്യമാക്കാറില്ല എന്നതാണ് സത്യം. നീ ഭോജനപ്രിയൻ ആകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ച് കൊടുക്കുക. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 2-ാം വാക്യം. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും. വാക്യം 21. ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകൾ എത്ര പ്രസക്തവും ചിന്തനീയവുമാണ്. നാം പലപ്പോഴും നമ്മുടെ അമിത വണ്ണത്തെപ്പറ്റിയും തൂക്കത്തെപ്പറ്റിയും ആഹാര രീതിയെപ്പറ്റിയും മറ്റും തമാശ രൂപേണ സംസാരിച്ച് തള്ളിക്കളയാറാണല്ലോ പതിവ്. എന്നാൽ ഗൗരവമായി കണക്കിലെടുക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയമാണിത്. ഭോജനപ്രിയനായ ഫുഡ് ഹോളിക് ഒരു വിശ്വാസിക്ക് മറ്റ് പാപപ്രവർത്തികളിലായിരിക്കുന്ന ഒരുവനെ എങ്ങനെ ഉപദേശിക്കുവാനും നേർവഴിക്ക് കൊണ്ടുവരുവാനും കഴിയും? ഒരു ഭോജനപ്രിയനെ, ഒരു ഭോഗപ്രിയനെയോ ഒരു മദ്യപ്രിയനെയോ കർത്താവിനായി എങ്ങനെ നേടുവാൻ കഴിയും? അമിത ആഗ്രഹത്തിനടിമയായ ഒരു വ്യക്തി, അത് ഭക്ഷണമോ ലൈംഗികമോ സമ്പത്തോ ലൗകിക സുഖങ്ങളോ കൂത്തുകാഴ്ചകളോ TV മുതലായവ ഏതായാലും ശരി, അതിനടിമകൾ തന്നെ. അങ്ങനെയുള്ള പാപങ്ങൾക്ക് അടിമയായ ഒരാൾക്ക് എങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ കഴിയും? മദ്യപനും അതിഭക്ഷകനും ഒരേ പട്ടികയിൽ തന്നെയാണ്. മദ്യപാനം കൂടിയ പാപവും അതിഭക്ഷണം കുറഞ്ഞ പാപവുമായി കണക്കാക്കേണ്ടതില്ല. ഒരു അതിഭക്ഷകനോട്, ഒരു മദ്യപനോട് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? രണ്ടും ഒരുപോലെ പാപം തന്നെ. അമിത ഭോജനത്തിനടിമയായിട്ടുള്ളവർ അതിൽ നിന്നും പിന്തിരിയണം. അതത്രേ ദൈവേഷ്ടം. ദൈവം ഇഷ്ടം ചെയ്യുന്നതിൽ
ഉത്സുകരായിരിക്കേണ്ടവരത്രേ ദൈവമക്കൾ. ഇന്ന് ചില ഉപദേശകരും സദാസമയവും ഭക്ഷണം എന്ന ഒരു ചിന്തയിൽ കഴിയുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതും പിന്തിരിഞ്ഞ് പരിഹാരം കണ്ടെത്തേണ്ടതുമായ ഒന്നത്രേ അമിത ഭോജനം അഥവാ ഗ്ലൂട്ടോണി എന്ന പാപം. അത് മറച്ചു പിടിക്കുന്നിടത്തോളം കാലം അതിനൊരു പരിഹാരവും ചികിത്സയും കണ്ടെത്തുവാൻ കഴിയുകയില്ല. ഇതിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനായി പാപപരിഹാരകനായ കർത്താവിനോട് തന്നെ നമുക്ക് അതേപ്പറ്റി പറയാം, അപേക്ഷിക്കാം, വിടുതൽ നേടാം. കർത്താവ് സഹായിക്കട്ടെ. ഉന്നതനി മാസികയുടെ അതേ ലക്കത്തിൽ നമുക്കു ചുറ്റും എന്ന പങ്ക്തിയിൽ സഹോദരൻ VK വില്യംസ് ഇരുതോണിയിൽ എന്ന തലക്കെട്ടിൽ കുറിച്ച ഒരു ചെറുകുറിപ്പും ഇതോടുള്ള ബന്ധത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1994 ജനുവരി 31 പ്രസിദ്ധീകരിച്ച മലയാള മനോരമയിൽ തെങ്ങമം ശശിയുടെ മാനസാന്തര കഥ വായിക്കുവാനിടയായി. പേജ് 16. മാനസാന്തരത്തിൻ്റെ നിർവൃതിയിൽ പുതുജീവൻ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും പെന്തക്കോസ്ത് വിശ്വാസിയായ ശശി എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്. ഒപ്പം എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെത്തി തൊഴും എന്നും വായിച്ചു. കൊള്ളക്കാരനും കൊലപാതകിയുമായിരുന്നതിൽ നിന്നും വ്യതിയാനം സംഭവിച്ചു എങ്കിലും ഈ പെന്തക്കോസ്ത് വിശ്വാസിക്ക് പഴയ ഗണപതി ആരാധന നിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ മാനസാന്തര അനുഭവം മിസ്റ്റർ ശശിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരമാണോ എന്ന് സംശയം. അപ്പോസ്തല പ്രവൃത്തി 20:21 ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. മാനസാന്തരം മിക്ക മതങ്ങളിലുമുണ്ട്. എന്നാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണ് ദൈവിക രക്ഷാമാർഗം. വ്യർത്ഥവും പാരമ്പര്യവുമായ നടപ്പിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 1:18 എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മിസ്റ്റർ ശശിയെപ്പോലെ വ്യർത്ഥവും പാരമ്പര്യവുമായ നടപ്പുകളും ആചാരങ്ങളും വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരിലും ഇല്ലയോ? പുതിയ പാരമ്പര്യവും പഴയ പാരമ്പര്യവും പുലർത്തുവാൻ ബന്ധപ്പെടുന്ന ഇരുതോണിയിൽ കാൽ വെച്ചിരിക്കുന്നവനാണ് നീയെങ്കിൽ നീയും മറ്റൊരു ശശി തന്നെ. ശരിയായ മാനസാന്തരത്തിൻ്റെ നിർവൃതിയിൽ ശരിയായ ജീവിതം നയിക്കുവാൻ ഇടവരട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ആമേൻ.